ടെക് വിക്ടറി ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് പുതിയൊരു ആപ്ലിക്കേഷനുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അതായത് ഒരു വാട്സപ്പിൻ്റെ ഒരു ട്രിക്കാണ്. പുതിയതായിട്ടൊരു അപ്ഡേഷൻ വന്നിരിക്കുന്നു. ചിലരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മൾ വാട്സപ്പിന് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണുള്ളത്. അപ്പോൾ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ടാവും, വ്യക്തിപരമായിട്ട് ഒരുപാട് ചാറ്റ് ചെയ്യുന്ന ആളുകളുടെ നമ്പറുകളുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോ വാൾപേപ്പർ അതിനകത്ത് സെറ്റ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് നല്ല അടിപൊളിയാകാം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇത്തവണ നിങ്ങൾ കാണിക്കുന്നത്. അപ്പം ഒരാളുടെ വീഡിയോ നമുക്കെടുക്കാം. വീഡിയോ എടുത്തതിന് ശേഷം നമ്മളിപ്പം മുകളിൽ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം ഇത് താഴെയായിട്ട് അഞ്ചാമതായിട്ട് വാൾപേപ്പർ എന്നുള്ളൊരു സംഭവം വരും. വാൾപേപ്പർ ഉള്ളത് ബ്രൈറ്റ് ആയിട്ടുള്ള വാൾപേപ്പറുണ്ട്, ഡാർക്കായിട്ടുണ്ട്, പിന്നെ സോളിഡ് കളർ ഉണ്ട്, പിന്നെ ഫോട്ടോസ് നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസ് ഒക്കെ നമ്മൾക്ക് അത് വാൾപേപ്പർ ആയിരിക്കും. ബ്രൈറ്റാണ് കൂടുതൽ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല കുറേ ഡിസൈൻസ് ഉണ്ട് ഇതിനകത്ത് വാൾപേപ്പറായി വെക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണെന്നുള്ളത് സെറ്റ് ചെയ്യുന്നത്. ഇതിങ്ങനെ ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാ ലോഡ് ചെയ്ത് സെറ്റ് അസ് വാൾപേപ്പർ എന്നുള്ള കണ്ടീഷനിൽ വന്നു. അപ്പം ഇതിൻ്റെ മുകളിൽ അത് സെറ്റ് വാൾപേപ്പറിൻ്റെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ചാറ്റിൽ അതായത് ഈ ഒരു നമ്പറിലുള്ള ചാറ്റിൽ മാത്രം ഈ വാൾപേപ്പർ മതി എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇവിടെ ഒരു മുകളിലത്തെ ഫസ്റ്റിലത്തെ ഓപ്ഷനിൽ ആ നമ്പർ കാണിക്കും. നമ്പറിൽ നമ്മളൊരു ക്ലിക്ക് ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ താഴെ ഓക്കെ എന്നൊരു ബട്ടൺ ഉണ്ടാവും. ആ ഓക്കെ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കറക്റ്റായി വന്നിരിക്കും. അപ്പോൾ അത് വേറൊരെണ്ണം നമ്മൾ അടുത്ത ഇതെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വൈറ്റ് ഇതുണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് വേറെ ഒരെണ്ണം സെറ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പിൻ്റെ വേറൊരെണ്ണം സെറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ബ്ലൂ കളറ്, ഒരു ഗ്രീൻ കളറൊക്കെ പോലെയുള്ളതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പം ഇത് നല്ലൊരു പുതിയൊരു അപ്ഡേഷൻ, നല്ല രസമുള്ളൊരു അപ്ഡേഷനാണ് വന്നിരിക്കുന്നത്. അതിൽ നമ്മളിത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാൾപേപ്പറിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സോളിഡ് കളർ നമുക്ക് നോക്കാം. ഒരു സോളിഡ് കളർ സാധാരണ ഇതേ കളർ കണ്ടോ, അത് ഇങ്ങനെ വരും. അത് വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാൻസലാക്കി പച്ച. അപ്പം ഗ്രീൻ കളർ ഇത് വരും. ഗ്രീൻ കളർ വന്നു കഴിഞ്ഞാൽ അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുക്കുമ്പോൾ ഇങ്ങനെ നമ്പറിൻ്റെ അടുത്ത് വരും. നമ്പറിൻ്റെ അടുത്ത് വന്നു കഴിയുമ്പോൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ കറക്റ്റായി. അതാണ് ഇത് വാൾപേപ്പറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു പുതിയൊരു നല്ല അപ്ഡേഷനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ടെക് വിക്ടറിയുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.